ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 സെപ്റ്റംബർ 13 മുതൽ 19 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 ചിങ്ങമാസം 28 മുതൽ കന്നിമാസം 3 വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ, 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ ശുക്രൻ, ചിങ്ങത്തിൽ സൂര്യൻ, കേതു, തുലാത്തിൽ ചൊവ്വ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം, ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. 5-ൽ രാഹു, 6-ൽ ശനി, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, ബുധൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ തുലാം രാശിക്കാർക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ അത്ര ശുഭമല്ല. ശാരീരികമായ അവശതകൾ, അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. രാശിയിൽ അഷ്ടമത്തിലാണ് ചന്ദ്രൻ. ബഹുമതിഹി വ്യാധിന അർദ്ധിത, ധാരാളം ബുദ്ധിയുണ്ടാകാം, രോഗത്താൽ ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം, തുലാം രാശിക്കാർക്ക് ഇത്രയും കാലം ചൊവ്വ 12-ാം ഭാവത്തിലായിരുന്നു. അവരുടെ വൈവാഹിക ജീവിതം, യാത്ര, ധനപരമായ വിഷയത്തിലൊക്കെ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ സമ്മാനിച്ച ആ ചൊവ്വയാണ് തുലാം രാശിയിൽ വന്നിരിക്കുന്നത്. അതിനാൽ ഈ വാരം യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ധനപരമായ വിഷയങ്ങളിലും പല തീരുമാനങ്ങൾ ഉണ്ടാകാം. ഭൂമി ലാഭം, ഭൂമി വിൽക്കുക, ഭൂമി കൊടുക്കുക, ഭൂമി കച്ചവടം ചെയ്യുക. തുലാം രാശി വ്യാപാര രാശിയാണ്. അതിനാൽ ഭൂമിയുമായി ഇടപെടുന്ന ബ്രോക്കർമാർക്കൊക്കെ തന്നെ നന്മകൾ പ്രദാനം ചെയ്യുന്ന വാരമാണ്. ഭൂമി വിൽപ്പനയും കാര്യങ്ങളും, അതിൻ്റെ പിറകിലുള്ള ഏജൻസി, അതിൻ്റെ പിറകിലുള്ള ബ്രോക്കറേജ് കമ്മീഷൻ, ഇതൊക്കെ ധാരാളം ലഭിക്കും തുലാം രാശിക്കാർ. ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. BP സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. തല ചുറ്റുക മുതലായ പ്രയാസങ്ങൾ, വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറുമ്പോൾ തല ഇടിക്കുക, ചോര പൊടിയുക, ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ്. അതിനാൽ ശാരീരികമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നന്നായി പ്രാർത്ഥിക്കുക. തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിച്ച് മുന്നോട്ട് പോകാം. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കർമ്മത്തിൽ തനിക്ക് അനുകൂലമായി വരും. പക്ഷെ അനാവശ്യമായി എന്ത് ചെയ്യരുത്, ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള വ്യഗ്രതയിൽ അനാവശ്യമായി ജാടകൾ കാണിച്ച് ധനനഷ്ടം വരാതെ നോക്കണം. തൻ്റെ ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചന്ദ്രൻ ആരാണ്? അവരുടെ കർമാധിപനാണ്. ആ ചന്ദ്രനാണ് 8-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ പലപ്പോഴും കർമ്മമേഖല വളരെ ഭദ്രമാക്കി മുന്നോട്ട് നീങ്ങുക. ലഗ്നത്തിലെ ചൊവ്വ പലപ്പോഴും അനാവശ്യമായ ഈഗോ തന്നെ ഭരിക്കും. താനെന്നൊരു ഭാവം തന്നെ ഭരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഈഗോ ഉണ്ടാക്കുക, തൻ്റെ അവസരം നഷ്ടപ്പെടുക. അയാൾ വലിയ അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു നടക്കും. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാക്കരുത് തുലാം രാശിക്കാർ. ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ് തുലാം രാശിക്കാർ. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് തുലാം രാശിക്കാർ. എല്ലാ ഉപകാരവും സ്വീകരിച്ചതിന് ശേഷം ബന്ധുക്കളാൽ അവജ്ഞ ഏറ്റുവാങ്ങേണ്ടി വരും തുലാം രാശിക്കാർക്ക്. പക്ഷേ ആ 12-ലെ ചൊവ്വയുടെ സമയം കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ ഈ ചൊവ്വ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും തുലാം രാശിക്കാർക്കെന്നറിയുക. മറ്റ് ഗ്രഹങ്ങളൊക്കെ തന്നെ നല്ല സ്ഥാനത്താണ്. 11-ലെ സൂര്യനും ബുധനും അധികാരത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നുണ്ട്. ബുധനും വളരെ നല്ലതാണ്, നിബിഡയോഗം ചെയ്ത് നിൽക്കുന്നു. അല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തുലാം രാശിക്കാർക്ക് ഇല്ല. എല്ലാ തുലാം രാശിക്കാർക്കും കാര്യങ്ങളൊക്കെ വളരെ പ്രാക്ടിക്കലായി ഉള്ള കർമ്മമേഖലയ്ക്ക് കോട്ടം തട്ടാതെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കൂ. അനുകൂലമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.